നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. പാലക്കാട് നഗരസഭയിൽ ഭിന്നശേഷി കുട്ടികളുടെ പുനരധിവാസ കെട്ടിടത്തിന് RSS നേതാവ് ഹെഗ്ഡെവാറിന്റെ പേര് നിർദ്ദേശിച്ച നടപടിയിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം. പോലീസ് വലയം മറികടന്ന് പ്രവർത്തകർ നഗരസഭാ കെട്ടിടത്തിന് മുകളിൽ കൊടിനാട്ടി ഹെഗ്ഡെവാറിന്റെ കോലം കത്തിച്ചു. പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം. അട്ടപ്പാടിയിലെ ആദിവാസികൾക്കായുള്ള 6,35,00,000 അനർട്ട് പദ്ധതിയിൽ വൻ അഴിമതിയെന്ന് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ. സൗരോർജ്ജ വിൻഡ് പദ്ധതിയിൽ ഭൂരിഭാഗവും പ്രവർത്തനരഹിതമാണെന്നും യോഗ്യതയില്ലാത്ത കമ്പനിക്ക് കരാറെന്നും സുമേഷ് അച്യുതൻ. അഴിമതിക്ക് പിന്നിൽ മന്ത്രി K കൃഷ്ണൻകുട്ടിയും ഉദ്യോഗസ്ഥരുമെന്നും സുമേഷ് അച്യുതൻ. കുളപ്പുള്ളിയിലെ തൊഴിൽ തർക്കം. അസിസ്റ്റന്റ് ലേബർ ഓഫീസർ വിളിച്ചു ചേർത്ത ചർച്ച വീണ്ടും പരാജയം. വിട്ടുവീഴ്ചയില്ലാതെ ഇരുവിഭാഗങ്ങളും. പ്രശ്നത്തിന് പരിഹാരം കാണും വരെ സമരമെന്ന് CITU. ഒറ്റപ്പാലം നഗരസഭയിലെ മാലിന്യ സംസ്കരണ പദ്ധതികൾ ഗുരുതര വീഴ്ചയെന്ന് മുസ്ലിം ലീഗ്. മാലിന്യ നിർമ്മാർജ്ജന നടപടിയിൽ ക്രമക്കേടെന്നും സാമ്പത്തിക ഇടപാടുകൾ വിജിലൻസ് അന്വേഷിക്കണമെന്നും ലീഗ് നേതാക്കൾ. വന്ധ്യതാ നിവാരണം ഹോമിയോ ചികിത്സയിലൂടെ വിജയം കൈവരിച്ചവരുടെ കുടുംബസംഗമം ഏപ്രിൽ 18 പാലക്കാട്. 2015 മുതൽ ഇതുവരെ 125 ദമ്പതികൾക്ക് ഹോമിയോ ചികിത്സയിലൂടെ കുഞ്ഞുങ്ങൾ ജനിച്ചതായി DMO ജ്യോതിക. മറ്റ് ചികിത്സകൾ പരാജയപ്പെട്ടവരാണ് ഹോമിയോ ചികിത്സ തേടിയെത്തുന്നതെന്നും DMO. വാർത്തകൾ വിശദമായി. ഭിന്നശേഷി കുട്ടികളുടെ പുനരധിവാസ കെട്ടിടത്തിന് RSS നേതാവ് ഹെഗ്ഡെവാറിന്റെ പേരിടാൻ നിശ്ചയിച്ച പാലക്കാട് നഗരസഭയുടെ നടപടിയിൽ പ്രതിഷേധം തീർത്ത് യൂത്ത് കോൺഗ്രസ്. പോലീസ് വലയം മറികടന്ന് നഗരസഭാ കെട്ടിടത്തിന് മുകളിൽ കൊടിനാട്ടി. നഗരസഭയിൽ ഹെഗ്ഡെവാറിന്റെ കോലം കത്തിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷിനെ മാത്രം കൊണ്ടുപോകാനുള്ള പോലീസ് നീക്കം MLA രാഹുൽ മാങ്കൂട്ടത്തിലും പ്രവർത്തകരും ചേർന്ന് തടഞ്ഞു. ഭിന്നശേഷിക്കാരുടെ പുനരധിവാസത്തിനായി നഗരസഭ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് RSS സ്ഥാപക നേതാവ് ഹെഗ്ഡെവാറിന്റെ പേരിടാനുള്ള നഗരസഭാ ഭരണാധികാരികളുടെ താൽപര്യമാണ് നഗരസഭയ്ക്ക് സമീപം സംഘർഷഭരിതമാക്കിയത്. ഹെഗ്ഡെവാറിന്റെ കോലവുമായി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിൽ പോലീസുമായി സംഘർഷം നടന്നു. ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ്, KSU ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി, കൗൺസിലർമാരായ മൻസൂർ അലി, ഭവദാസ് എന്നിവരും സദാം ഹുസൈൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകരും പോലീസ് വലയം ഭേദിച്ച് നഗരസഭയ്ക്കകത്തെത്തി കൊടിനാട്ടി. UDF കൗൺസിലർമാർ നഗരസഭയ്ക്കുള്ളിൽ ഹെഗ്ഡെവാറിന്റെ കോലവും കത്തിച്ചു. ഇതിനിടയിൽ ജയഘോഷിനെ മാത്രം കൊണ്ടുപോകാനുള്ള നീക്കം MLA രാഹുൽ മാങ്കൂട്ടത്തിലും പ്രവർത്തകരും ചേർന്ന് തടഞ്ഞതും ഏറെ നേരം സംഘർഷത്തിനിടയാക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അട്ടപ്പാടിയിലെ ആദിവാസികൾക്കായുള്ള 6,35,00,000 അനർട്ട് പദ്ധതിയിൽ വൻ അഴിമതിയെന്ന് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ. സൗരോർജ്ജ വിൻഡ് പദ്ധതിയിൽ ഭൂരിഭാഗം പ്രവർത്തനം രഹിതമാണെന്നും യോഗ്യതയില്ലാത്ത കമ്പനിക്ക് ഓർഡർ നൽകിയെന്നും സുമേഷ് അച്യുതൻ പറഞ്ഞു. അഴിമതിക്ക് പിന്നിൽ മന്ത്രി K കൃഷ്ണൻകുട്ടിയും ഉദ്യോഗസ്ഥരുമാണെന്ന് സുമേഷ് അച്യുതൻ കൂട്ടിച്ചേർത്തു. ഞങ്ങൾക്ക് പുറകിലുള്ളതാണ് അട്ടപ്പാടി താഴെ തുടിക്കിയിൽ അനർട്ട് നടപ്പിലാക്കിയിട്ടുള്ള ഹൈബ്രിഡ് വൈദ്യുതി ഉൽപാദന കേന്ദ്രം. വിൻഡ് മില്ലും സോളാർ പാനലും ഉപയോഗിച്ച് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് ഇത് ഈ തൊട്ടു പുറകിലുള്ളത്. ഇത് ഇവിടെ കൃത്യമായി ഇവിടെ ഇത് കറണ്ട് ലഭിക്കുന്നില്ല എന്ന പരാതിയാണ് ഇവിടെ താഴെ തുടിക്കിയിലെത്തിയപ്പോൾ ഇവിടുത്തെ ഊരിലെ ആളുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. കൃത്യമായി അവർക്ക് കറണ്ട് ലഭിക്കുന്നില്ല. അവർക്ക് ഇതിവിടെ കാട്ടിനകത്ത് ആദിവാസി ഊരിലായതുകൊണ്ട് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും ഇത്ര വലിയൊരു അഴിമതി ഈ പദ്ധതിയുടെ മേലിൽ നടത്തിയിരിക്കുന്നത്. ഇത് വളരെ വിശദമായ ഒരു അന്വേഷണം തന്നെ ഇതിന്റെ. അട്ടപ്പാടിയിലെ താഴെ തുടുക്കി, മേലെ തുടുക്കി, ഗലസി, ഊരടം എന്നീ ഗോത്രവർഗ ഉന്നതികളിൽ നടപ്പാക്കിയ പദ്ധതികളിൽ വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയും ഉദ്യോഗസ്ഥരും ചേർന്ന് കോടികളുടെ അഴിമതി നടത്തിയതായാണ് സുമേഷ് അച്യുതന്റെ ആരോപണം. കോടികൾ ചിലവഴിച്ച് നടപ്പാക്കിയ പദ്ധതി താഴെ തുടുക്കിയിൽ ഭാഗികമായും മേലെ തുടുക്കിയിൽ പൂർണ്ണമായും പ്രവർത്തിക്കാത്ത നിലയിലാണ്. അടിമുടി ക്രമവിരുദ്ധമായി നടപ്പാക്കിയ പദ്ധതിയിൽ സാധന സാമഗ്രികൾ കടത്തുന്നതിന് പണിക്കൂലിയായി ആദിവാസികൾക്ക് നൽകിയെന്ന പേരിൽ അനുവദിച്ച 89 ലക്ഷത്തോളം രൂപയിൽ 5 ലക്ഷം രൂപ പോലും ഊരുവാസികൾക്ക് നൽകിയിട്ടില്ല. തങ്ങൾക്ക് പണിക്കൂലി പോലും ലഭിച്ചില്ലെന്ന് പറയുന്ന ഊരുവാസികളുടെ വീഡിയോയും സുമേഷ് അച്യുതൻ പുറത്തുവിട്ടു. ടെൻഡർ നടപടികൾ കാറ്റിൽ പറത്തിയും യോഗ്യതയില്ലാത്ത കമ്പനിക്ക് കരാർ നൽകിയുമാണ് ഉന്നതികളിലെ പദ്ധതി പരാജയപ്പെടാൻ ഇടയാക്കിയത്.
വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും അനാർട്ട് സിഇഒ നരേന്ദ്രനാഥ് വേലൂരിയും ഗൂഢാലോചന നടത്തിയാണ് ഈ അഴിമതികൾ നടത്തിയത്. താഴെത്തുടുക്കി ഉന്നതിയിൽ സോളാർ വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് സ്ഥാപിക്കാൻ 2021 ഡിസംബർ 21 ക്ഷണിച്ച 1,43,38,800 രൂപയുടെ ടെൻഡറിൽ യോഗ്യതയുള്ള ഒരു കമ്പനി മാത്രമാണ് പങ്കെടുത്തത്. ഒരു കമ്പനിയിൽ നിന്നു മാത്രം ടെൻഡർ ലഭിച്ചാൽ റീടെൻഡർ ചെയ്യണമെന്ന വ്യവസ്ഥ പാലിക്കാതെയാണ് തെലുങ്കാന ആസ്ഥാനമായ വിൻഡ് സ്ട്രീം എനർജി ടെക്നോളജി എന്ന പ്രൈവറ്റ് കമ്പനിക്ക് ടെൻഡറിൽ രേഖപ്പെടുത്തിയ തുകയ്ക്ക് കരാർ ഉറപ്പിച്ചു നൽകിയത്. ഇത് അഴിമതിയാണ്. വിൻഡ് ജനറേറ്റർ പദ്ധതി നടപ്പാക്കുമ്പോൾ നിശ്ചയമായും കാറ്റിന്റെ ലഭ്യത സംബന്ധിച്ച പഠനം നടത്തണമെന്നത് പാലിച്ചില്ല. ഇവിടെ സ്ഥാപിച്ച വിൻഡ് ജനറേറ്ററിൽ നിന്നും വളരെ കുറഞ്ഞ അളവിലാണ് വൈദ്യുതി ലഭിക്കുന്നതെന്ന് അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിൽ നിന്നുള്ള പരിശോധനയിൽ വ്യക്തമായിരുന്നു. വിൻഡ് ജനറേറ്ററിന്റെ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്, സ്പെസിഫിക്കേഷൻ എന്നിവ സംബന്ധിച്ച് വർക്ക് ഓർഡറിൽ ഒരു വിവരവുമില്ലാത്തത് അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്നു. കൂടാതെ ടെൻഡറിൽ പറഞ്ഞതിൽ നിന്നും 27.66 ലക്ഷം രൂപ കൂടുതൽ അനുവദിക്കണമെന്ന കമ്പനിയുടെ ആവശ്യം തള്ളുന്നതിനു പകരം 2023 ജൂലൈ 19 മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അനർട്ടിന്റെ ഗവേണിംഗ് ബോഡി യോഗം തുക നൽകാൻ സർക്കാരിന് ശുപാർശ നൽകി. അനർട്ടിന്റെ ചെയർമാനായ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും അനർട്ട് സിഇഒ രവീന്ദ്രനാഥ് വേലൂരിക്കും ഈ അഴിമതിയിലെ പങ്ക് വ്യക്തമായ നീക്കമാണിത്. അതുപോലെ തന്നെ തങ്ങൾക്ക് താൽപ്പര്യമുള്ള കമ്പനിക്ക് കരാർ ലഭിക്കാൻ മേലെത്തുടുക്കി, ഗലസി, ഊരടം എന്നീ ഉന്നതികളിൽ ടെൻഡർ 2 പ്രാവശ്യം റദ്ദാക്കി നിയമത്തെ കാറ്റിൽ പറത്തി. മേൽഊരുകളിൽ 60 കിലോവാട്ട് സോളാർ ഹൈബ്രിഡ് പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് 2023 ജനുവരി 31 അനർട്ട് ടെൻഡർ ക്ഷണിച്ചു. ഈ ടെൻഡർ 2023 ഫെബ്രുവരി 8 റദ്ദാക്കി. 2023 ഫെബ്രുവരി 8 തന്നെ സ്പെസിഫിക്കേഷൻ മാറ്റി രണ്ടാമതും ടെൻഡർ ക്ഷണിച്ചു. പിന്നീട് ഇതും റദ്ദ് ചെയ്ത് സ്പെസിഫിക്കേഷൻ മാറ്റി 2023 ഏപ്രിൽ 20 മൂന്നാമതും ടെൻഡർ ക്ഷണിച്ചു. ഇതു സംബന്ധിച്ച് 2024 ജനുവരി 31 നിയമസഭയിൽ ചോദ്യം വന്നപ്പോൾ മറുപടിയിൽ ടെൻഡർ റദ്ദു ചെയ്തതിന്റെ കാരണമോ ടെൻഡറിൽ കമ്പനികൾ സമ്മതിച്ച തുകയെ സംബന്ധിച്ചോ ഒന്നും പറയാതെ സഭയെ തെറ്റിദ്ധരിപ്പിച്ചു. തെലുങ്കാന ആസ്ഥാനമായ വിൻഡ് സ്ട്രീം എനർജി ടെക്നോളജിക്ക് തന്നെ കരാർ ലഭിക്കാൻ മന്ത്രിയും സംഘവും നടത്തിയ ഗൂഢാലോചനയും ക്രമക്കേടും പുറത്തുവരാതിരിക്കാനാണ് മന്ത്രി ശ്രമിച്ചത്. അനർട്ടിലെ ഈ ടെൻഡറുമായി ബന്ധപ്പെട്ട ബിഡ് ഓപ്പണർ എന്ന ചുമതല വഹിച്ച ഫിനാൻസ് സെക്ഷനിലെ ജൂനിയർ മാനേജർ ആരോഗ്യദാസിന്റെ ഡിജിറ്റൽ ഒപ്പ് താൽക്കാലിക ജീവനക്കാർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്തു തുടങ്ങിയ ആരോപണങ്ങളും സുമേഷ് അച്യുതൻ ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പുള്ളിയിലെ തൊഴിൽ തർക്കം. അസിസ്റ്റന്റ് ലേബർ ഓഫീസർ വിളിച്ചു ചേർത്ത ചർച്ച വീണ്ടും പരാജയപ്പെട്ടു. ഇരുവിഭാഗങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ പിരിഞ്ഞുപോയി. പ്രശ്നത്തിന് പരിഹാരം കാണും വരെ സമരം തുടരുമെന്ന് CITU. കുളപ്പുള്ളി പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് എന്ന സ്ഥാപനത്തിന് മുന്നിൽ തൊഴിൽ നിഷേധം ഉന്നയിച്ച് CITU പ്രവർത്തകർ നടത്തിവരുന്ന കുടിൽകെട്ടി സമരം 24 ദിവസങ്ങൾ പിന്നിട്ട വേളയിലാണ് വീണ്ടും ലേബർ ഓഫീസുകളിൽ ചർച്ച നടന്നത്. ആദ്യഘട്ടത്തിൽ ക്ഷേമനിധി ബോർഡ് ചെയർമാന്റെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്ത് ചർച്ച നടന്നിരുന്നു. ഈ ചർച്ച തർക്കത്തിൽ കലാശിച്ചതിന് പിന്നാലെ പ്രശ്നം രൂക്ഷമായതോടെ രണ്ടാം ഘട്ട ചർച്ചയ്ക്കായി കഴിഞ്ഞ 8-ാം തീയതി ഹാജരാകാനായി ഷൊർണൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ഇരുവിഭാഗത്തിനും കത്ത് നൽകിയിരുന്നു. അന്ന് വ്യാപാരി നേതാക്കൾ ചർച്ചയ്ക്ക് പങ്കെടുത്തില്ല. കടയുടമ പ്രകാശൻ മറ്റൊരു തീയതിയിലേക്ക് ചർച്ച മാറ്റിവെക്കണമെന്ന് രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു. പിന്നീടാണ് വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് ചർച്ച വിളിച്ചു ചേർത്തത്. ഇരുവിഭാഗവും അവരുടെ നിലപാടുകളിൽ നിന്നും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ ചർച്ച പിരിഞ്ഞു. സമരം വിഷയത്തിൽ തീരുമാനമാകുന്നതുവരെ തുടരാനാണ് CITU നിലപാട്. കോടതി വിധിയുമായി മുന്നോട്ടു പോകാനാണ് പ്രകാശിന്റെയും തീരുമാനം. പ്രകാശന് വിട്ടുവീഴ്ചകൾ ചെയ്യാൻ താൽപ്പര്യമുണ്ടെന്നും വ്യാപാരി സംഘടനയാണ് വിഷയം വഷളാക്കുന്നതെന്നും CITU നേതാവ് കെ ഗംഗാധരൻ ആരോപിച്ചു. ആ യന്ത്രത്തെ അംഗീകരിപ്പിക്കുക എന്നതാണ് വ്യാപാരി വ്യവസായി സംഘടനയ്ക്കുള്ള ഉത്തരവാദിത്തമായിട്ട്. അതിന്റെ ഭാഗമായിട്ടാണ് വ്യാപാരി വ്യവസായി സംഘടന ജില്ലയിൽ ഹർത്താൽ നടത്തും ഇങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ പ്രചാരവേലകൾ നടത്തുന്നുണ്ട്. ഒരു തൊഴിൽ സ്ഥാപനത്തിൽ ആ തൊഴിൽ ഉടമയായിട്ട് 2008 ഉണ്ടാക്കിയുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ ഒരു തർക്കം ചെയ്യേണ്ട തൊഴിൽ നടന്നു വരികയാണ്. ആ തൊഴിൽ സ്ഥാപനം നിലനിൽക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള എല്ലാ വിട്ടുവീഴ്ചകളും അവിടുന്ന് കയറ്റുന്ന എല്ലാ കയറ്റും അവരുടെ തൊഴിലാളികൾക്കും നടത്തിയിട്ടുണ്ട്. ആ സ്ഥാപനത്തിന് തിരിച്ചടക്കുന്ന ഒരു പണി മാത്രമാണ് 26 ചട്ടം അനുസരിച്ച് കാത്തു കിട്ടി ക്ഷേമ ബോർഡിൽ പേര് രജിസ്റ്റർ ചെയ്ത് എന്നുള്ള കുളപ്പള്ളിയിലത്തെ 26 തൊഴിലാളികൾ എടുത്തു വരുന്നു. ആ തൊഴിലും എടുക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് വ്യാപാരി വ്യവസായി സംഘടന സ്വീകരിച്ചിട്ടുള്ളത്. ആ സംഘടന വളരെ ഗൗരവത്തോടുകൂടി ആ കാര്യം ചർച്ച ചെയ്യണം. ഈ പ്രശ്നം തുല്യമായി പരിഹരിക്കുന്നതിന് അവരുടെയും കൂടി സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്നാണ് തൊഴിലാളി യൂണിയൻ CITU വേണ്ടി അഭ്യർത്ഥിക്കാം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം നഗരസഭയിലെ മാലിന്യ പ്രശ്നം ഗുരുതര വീഴ്ചകൾ ഉന്നയിച്ച് മുസ്ലിം ലീഗ് ഒറ്റപ്പാലം നഗരസഭാ കമ്മിറ്റി. മാലിന്യം നിർമ്മാർജ്ജനം ചെയ്ത നടപടി വൻ ക്രമക്കേടെന്നും സാമ്പത്തിക ഇടപാടുകളും വിജിലൻസ് അന്വേഷിക്കണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. ക്രമക്കേട് ആരോപിച്ച് ലീഗിന്റെ നേതൃത്വത്തിൽ വാർത്താ സമ്മേളനം ഒറ്റപ്പാലത്ത്. ഒറ്റപ്പാലം നഗരസഭയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ
14,145 ക്യൂബിക് മീറ്റർ മാലിന്യം ഉണ്ടെന്നാണ് ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയത്. ഇവ തരംതിരിച്ച് സംസ്കരിക്കുന്നവ ബയോ മൈനിംഗ് നടത്താനും ബാക്കിയുള്ളവ നീക്കം ചെയ്യാനുമാണ് കരാർ വ്യവസ്ഥ. എന്നാൽ തരംതിരിച്ച് ബയോ മൈനിംഗ് നടത്താതെയും നീക്കം ചെയ്യേണ്ട മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെയും JCB ഉപയോഗിച്ച് കുഴിച്ചുമൂടുകയാണ് ചെയ്തിട്ടുള്ളത്. പേരിന് മാത്രം മാലിന്യമാണ് നീക്കം ചെയ്തിട്ടുള്ളൂ എന്നും സംസ്ഥാനത്തെ വിവിധ നഗരസഭകൾ വേർതിരിച്ച മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് പൊതുപരിപാടികളോടെ സംഘടിപ്പിച്ചത് ഒറ്റപ്പാലം നഗരസഭ ഇത് സൗകര്യമാക്കിയത് ദുരൂഹതയാണ്. ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലൂടെ വലിയ ക്രമക്കേടും അഴിമതിയും നടത്തിയിരിക്കുകയാണ്. ഇത് വിജിലൻസ് അന്വേഷിക്കണമെന്നും ലീഗ് ആവശ്യപ്പെട്ടു. പനമണ്ണയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നടന്നുവരുന്ന മാലിന്യ സംസ്കരണം വളരെ മുമ്പ് തുടങ്ങിയെങ്കിലും അതിൻ്റെ 14,145 ക്യൂബിക് മീറ്റർ മാലിന്യമുണ്ടെന്ന് കണ്ടെത്തുകയും ആ മാലിന്യം നീക്കം ചെയ്യലായിരുന്നു അതിൻ്റെ ലക്ഷ്യം. എന്നാൽ പനമണ്ണയിലെ മാലിന്യ സംസ്കരണം നടത്തിയത് പേരിന് മാത്രം മാലിന്യം കൊണ്ടുപോവുകയും ബാക്കിയുള്ള മാലിന്യങ്ങളൊക്കെ JCB ഉപയോഗിച്ച് വലിയ ആഴത്തിലുള്ള കുഴി കുഴിച്ച് അതിൽ സംസ്കരിക്കുകയാണ് ചെയ്തത്. ഇതിനെ മറച്ചു വയ്ക്കാനുള്ള, ഇതിനെ കുഴിച്ചു മൂടാനുള്ള ഒരു സംവിധാനമായിട്ടാണ് വരുന്ന ദിവസം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അഗർവാളെ കൊണ്ടുവന്നുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന പൂന്തോട്ട നിർമ്മാണം. കേരളത്തിലെ പല നഗരസഭകളും മാലിന്യം വേർതിരിച്ച മാലിന്യം പൊതുപരിപാടികളോടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർമാരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് നീക്കം ചെയ്യുന്നത് വലിയ പ്രോഗ്രാമായി നടത്തിയപ്പോൾ ഒറ്റപ്പാലം നഗരസഭ ഇത് സ്വകാര്യമായി നടത്തുകയും മാത്രമല്ല ആദ്യഘട്ടത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ആരോഗ്യ വിഭാഗത്തിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നടന്ന ഒരു സംവിധാനത്തെ പിന്നീട് അത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മാലിന്യം മൂടിയതിനു മേലെ ഫലവൃക്ഷത്തൈകളും പൂന്തോട്ടവും സ്ഥാപിക്കാനുള്ള നീക്കം ക്രമക്കേടുകളെല്ലാം കുഴിച്ചുമൂടാനുള്ള നീക്കമാണെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു. നിലവിലെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിലെ മാലിന്യങ്ങൾ സംസ്കരണത്തെക്കുറിച്ചും ചെലവ് സംബന്ധിച്ച കണക്കുകളും ധനകാര്യ സ്രോതസ്സുകളും പ്രവർത്തികൾ നടത്തിയ ഏജൻസികളും ഇവർക്ക് നൽകിയ തുകയും ഈ പ്ലാന്റിൽ നിന്നും എത്ര ക്യൂബിക് മീറ്റർ മാലിന്യം നീക്കം ചെയ്തിട്ടുണ്ട് എന്നും എത്ര ക്യൂബിക് മീറ്റർ മാലിന്യം ബയോമൈനിങ് നടത്തിയിട്ടുണ്ടെന്നും നഗരസഭയിലെ ഏത് വിഭാഗമാണ് പ്രവർത്തനങ്ങൾ മേൽനോട്ടം നൽകുന്നതെന്നും നഗരസഭ ചെയർപേഴ്സണും CPIM നേതൃത്വവും മറുപടി പറയുകയും നിലപാട് വ്യക്തമാക്കുകയും വേണമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് PMA ജലീൽ, PP മുഹമ്മദ് ഖാസിം, M ഉമ്മർ ഫാറൂഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വന്ധ്യതാ നിവാരണം ഹോമിയോ ചികിത്സയിലൂടെ വിജയം കൈവരിച്ചവരുടെ കുടുംബസംഗമം ഏപ്രിൽ 18-ന് പാലക്കാട് നടക്കും. 2015 മുതൽ ഇതുവരെ 125 ദമ്പതികൾക്ക് ഫലപ്രദമായ ചികിത്സയിലൂടെ കുഞ്ഞുങ്ങൾ ജനിച്ചതായി ഹോമിയോ DMO ഡോക്ടർ ജ്യോതിക വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മറ്റ് ചികിത്സകൾ പരീക്ഷിച്ചിട്ടും പരാജയപ്പെട്ടവരാണ് ഒടുവിൽ ഹോമിയോയെ ആശ്രയിക്കുന്നതെന്നും DMO പറഞ്ഞു. മറ്റ് ചികിത്സകൾ പരീക്ഷിച്ചിട്ടും പരാജയപ്പെട്ടവരാണ് അവസാനം ഹോമിയോയെ ആശ്രയിക്കുന്നത്. 2013-2014 വന്ധ്യതാ പരിശോധനയ്ക്കായി ഒരു OP പ്രത്യേക ദിവസമാണ് പ്രവർത്തിച്ചതെങ്കിൽ ഇന്ന് ദിവസവും 2 OP പ്രവർത്തിക്കുന്നുണ്ട്. ഹോർമോൺ വ്യതിയാനം, ശാരീരികക്ഷമത എന്നിവയുൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. കാലതാമസം വരുത്താതെ ചികിത്സ ആരംഭിക്കുന്നതാണ് ഗുണം ചെയ്യുകയെന്നും ഡോക്ടർ ജ്യോതി K പറഞ്ഞു. ഈ കുട്ടികളുടെയും ഇവരുടെ മാതാപിതാക്കളുടെയും ഒരു കുടുംബ സംഗമം 18/4/2025 ഏപ്രിൽ മാസം നടത്തുന്നുണ്ട്. ലയൺസ് ക്ലബ് ഹാളിൽ വെച്ചാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട എക്സൈസ് തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ രാജേഷ് MP ഉദ്ഘാടനം ചെയ്യും ചടങ്ങ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ചടങ്ങിൽ നമ്മുടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ MP VK ശ്രീകണ്ഠൻ സാർ അവരെല്ലാം എത്തിച്ചേരാമെന്നും അറിയിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ. നാഷണൽ ആയുഷ് മിഷൻ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സുനിത KS, ഡോക്ടർ ലക്ഷ്മി G കർത്ത, ഡോക്ടർ നിഷ M, ഡോക്ടർ ശിവാനി S എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
നിറയെ യാത്രക്കാരുമായി ഓടിക്കൊണ്ടിരിക്കെ ബസ് ഡ്രൈവർക്ക് തളർച്ച ബാധിച്ച് കുഴഞ്ഞ് ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട യാത്രക്കാരിയുടെ സംയോജിതമായ ഇടപെടൽ വൻ ദുരന്തത്തിൽ നിന്നും രക്ഷിച്ചു. പാലക്കാട് പട്ടാമ്പി റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവർക്കാണ് ഡ്രൈവിംഗിനിടെ തളർച്ച ബാധിച്ചത്. പറളി തേനൂർ അത്താഴംപറ്റ കാവിന് പരിസരത്ത് വെച്ചാണ് ഡ്രൈവർ ബിജുവിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുകയും കുഴയുകയും ചെയ്തത്. ബസിന്റെ മുൻ സീറ്റിലിരുന്നിരുന്ന യാത്രക്കാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇവർ കണ്ടക്ടറെ വിവരം അറിയിക്കുകയായിരുന്നു. കണ്ടക്ടർ ഞൊടിയിടയിൽ ബസിന്റെ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ച് ബസിനെ നിയന്ത്രിച്ചു. ഡ്രൈവറെ പറളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. യാത്രക്കാരിയുടെ സംയോജിതമായ ഇടപെടൽ ഒരു വൻ ദുരന്തമാണ് ഒഴിവാക്കിയത്. ഒറ്റപ്പാലം ചുനങ്ങാട് മുട്ടിപ്പാലം ഷൂട്ടേഴ്സ് ക്ലബ്ബ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമാക്കിയ മൈതാനം ഏപ്രിൽ 13 വൈകിട്ട് 5 മണിക്ക് നാടിന് സമർപ്പിക്കും. ചടങ്ങ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാരുണ്യസ്പർശം പുരസ്കാരം പി വേണുഗോപാൽ, സംരംഭക പുരസ്കാരം ജാവദ് ബോഡിയാൻ എന്നിവർക്ക് നൽകും. മദ്യവും മറ്റ് മയക്കുമരുന്ന് മാഫിയകളും യുവാക്കളെ വേട്ടയാടുമ്പോൾ കളിക്കളമാണ് തങ്ങളുടെ ലഹരിയെന്നാണ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മുദ്രാവാക്യം. സ്വന്തമായി ഒരു കളിസ്ഥലം എന്ന ലക്ഷ്യവുമായി നാടാകെ ഒന്നിച്ചു നടത്തിയ അശ്രാന്ത പരിശ്രമത്തിന്റെ വിജയമാണ് മൈതാനം. ആദ്യഘട്ടം 38 സെന്റ് സ്ഥലമാണ് ട്രസ്റ്റ് വാങ്ങിയത്. ഇനിയും മൈതാനത്തിന് സ്ഥലം ആവശ്യമുണ്ട്. അതിനുള്ള പരിശ്രമത്തിലാണ് ട്രസ്റ്റ് ഭാരവാഹികൾ. രണ്ടാം ഘട്ടത്തിൽ ഷട്ടിൽ കളിക്കാനുള്ള സൗകര്യം, ഗാലറി ഉൾപ്പെടെയുള്ള സജ്ജീകരണം എന്നിവ ഒരുക്കും. ചുനങ്ങാട് പ്രദേശത്തെ എല്ലാവർക്കും ഒത്തുചേരുന്നതിനും ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും കായിക വിനോദത്തിൽ ഏർപ്പെടുന്നതിനും കഴിയുന്ന പൊതു ഇടമായി ഇത് മാറ്റാനാണ് ലക്ഷ്യം. 75 വർഷത്തിലേറെയായി തുറസായി കിടന്നിരുന്ന പ്രസ്തുത സ്ഥലം നാട്ടുകാർ കായിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും ഉത്സവാഘോഷ പരിപാടികൾക്കും ഉപയോഗിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 വർഷം മുൻപാണ് ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥർ സ്ഥലം വിൽക്കാൻ തീരുമാനിച്ചത്. തുടർന്ന് ചുനങ്ങാട് ഷൂട്ടേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ഒത്തുകൂടി ഈ സ്ഥലം വിലയ്ക്ക് വാങ്ങുവാൻ തീരുമാനിക്കുകയായിരുന്നു. 1 ഏക്കർ സ്ഥലം മുഴുവനും വാങ്ങുവാൻ കഴിഞ്ഞില്ലെങ്കിലും മുൻപ് ചെറുപ്പക്കാർ ഫുട്ബോൾ കളിക്കുവാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലം മുഴുവനും വാങ്ങുവാൻ കഴിഞ്ഞു. ക്ലബ്ബും നാട്ടുകാരും ചേർന്ന് വിലയ്ക്ക് വാങ്ങിയ സ്ഥലം നാടിന്റെ പൊതു സ്വത്താക്കി മാറ്റുവാനാണ് ട്രസ്റ്റിന്റെ തീരുമാനം. തുടക്കം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1 ഏക്കർ സ്ഥലം എടുത്തിട്ട് കളിസ്ഥലം നിർമ്മിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിയത്. പക്ഷേ ഞങ്ങൾ ഈ ട്രസ്റ്റ് രജിസ്ട്രേഷൻ അതുപോലുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ നീണ്ടുപോയതുകൊണ്ട് അന്ന് ഉണ്ടായിട്ടുള്ള ആ ഉത്സാഹവും ആവേശവും ഒക്കെ നിലനിർത്താൻ പറ്റിയില്ല. അന്ന് ധാരാളം ഓഫറുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങാനുണ്ടായത് നിങ്ങളെല്ലാവരും, പ്രത്യേകിച്ചും ഒറ്റപ്പാലത്തെ പത്രപ്രവർത്തകരുടെ അകമഴിഞ്ഞ സഹായം ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നു. വലിയ തോതിലുള്ള പ്രചരണമാണ് നിങ്ങൾ അന്ന്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഒരുപാട് ഓഫറുകൾ കിട്ടി. പിന്നീട് ഡിലേ ആയപ്പോൾ ആ പറഞ്ഞ പോലുള്ള ഓഫറുകൾ പിന്നീട് ലഭിച്ചില്ല. അതിൻ്റെ ഭാഗമായിട്ട് ആ പ്രവർത്തനങ്ങൾ നീണ്ടുപോവുകയാണ് ചെയ്തത്. എന്തായാലും 38 സെന്റ് സ്ഥലം അവിടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടത്താൻ വേണ്ടി പോകുന്നത്. സംഘാടക സമിതി ചെയർമാൻ കെ രാമദാസ്, കൺവീനർ സി കെ അബ്ബാസ്, യു രാജഗോപാൽ, ഒ സുരേഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വേനൽ മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വെള്ളിയാംകല്ല് തടയണയുടെ ഷട്ടറുകൾ ഉയർത്തി. ആകെയുള്ള 27 ഷട്ടറുകളിൽ 2 ഷട്ടറുകളാണ് ജലനിരപ്പ് ക്രമീകരണത്തിനായി ഏതാനും സെന്റിമീറ്ററുകൾ ഉയർത്തിയത്. വേനൽ മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വെള്ളിയാംകല്ല് തടയണയുടെ ഷട്ടറുകൾ ഉയർത്തി. കഴിഞ്ഞ ഏതാനും ദിവസമായി തുടരുന്ന വേനൽ മഴയിൽ ഭാരതപ്പുഴയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതോടെയാണ് ഷട്ടറുകൾ തുറന്നത്. ആകെയുള്ള 27 ഷട്ടറുകളിൽ 2 ഷട്ടറുകളാണ് ജലനിരപ്പ് ക്രമീകരണത്തിനായി ഏതാനും സെന്റിമീറ്റർ ഉയർത്തിയത്. ഇതോടെ കനത്ത വേനൽ ചൂടിൽ വറ്റിവരണ്ട ഭാരതപ്പുഴയുടെ പടിഞ്ഞാറൻ മേഖലകളിലേക്ക് വെള്ളം ഒഴുകി തുടങ്ങി. വേനൽ മഴ വരും ദിവസങ്ങളിലും തുടർന്നാൽ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തും. നിലവിൽ വേനലിനെ കരുതലായി ഇത്തവണ വെള്ളിയാങ്കല്ല് തടയണ ജലസമൃദ്ധിയിലാണ്. ഷട്ടറുകൾ ഉയർത്തിയതോടെ വലവീശിയുള്ള മീൻപിടുത്തവും സജീവമായി. പിടിക്കുന്ന വിവിധയിനം മത്സ്യങ്ങളുടെ വിപണന കേന്ദ്രവും വെള്ളിയാങ്കല്ല് പരിസരമാണ്. സായാഹ്നം ആസ്വദിക്കാൻ വെള്ളിയാങ്കല്ലിൽ എത്തുന്ന സന്ദർശകരുടെ എണ്ണവും ഇതോടെ വർദ്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന OP ഉടൻ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കോങ്ങാട് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയും മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ വി അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. സായാഹ്ന OP ഇല്ലാത്തത് മൂലം രോഗികൾ സ്വകാര്യ ആശുപത്രികളായാണ് ശരണം പ്രാപിക്കുന്നത് എന്നും മരുന്ന് ലഭ്യത ഉറപ്പുവരുത്തുക, പാലിയേറ്റീവിൽ ഓക്സിജൻ യന്ത്രം ഉറപ്പാക്കുക, കിടത്തി ചികിത്സ ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചു. അതുപോലെ പാലിയേറ്റീവ് രോഗികൾ, നിരവധി പാലിയേറ്റീവ് രോഗികളാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. ഡയാലിസിസ് പോലെ ചെയ്യുന്ന ആളുകൾ, ഒരു വഴിയുമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഓക്സിജൻ സിലിണ്ടർ ഇവിടെ
2 സിലിണ്ടറാണുള്ളത്. ആ 2 സിലിണ്ടർ തന്നെ കേടുവന്നിട്ട് മാസങ്ങളോളമായി അതിനൊരു നടപടിയെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, പഞ്ചായത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് പോലും ഇല്ല ഇവിടെയുള്ള ആളുകൾ. അതുപോലെ മരുന്ന് ഇവിടെയുള്ള ഫാർമസിയിൽ പാവപ്പെട്ടവർക്ക് മരുന്ന് കിട്ടാനില്ല. KM അബ്ദുൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം റജില PU, ഹസീന CH, കുബ്ര A, റുബീന VA, സബിത S, സൈഫുദ്ദീൻ PS, മുസദ്ദിഖ് KH, അഫ്സൽ KA, നൌഫൽ KA, സീനത്ത് KA എന്നിവർ സംസാരിച്ചു. KP മുനീർ സ്വാഗതവും PM സാദിഖ് അലി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പെരുങ്ങോട്ടുകുറിശ്ശിയിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിഷു വിപണനമേള പ്രവർത്തനം തുടങ്ങി. മുൻ MLA AV ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ഈ വിഷുവിന് പരമാവധി ആളുകൾക്ക് എന്തെല്ലാം സൗകര്യം ചെയ്ത് കൊടുക്കാൻ കഴിയും അത് മുൻകൂർ ചെയ്യാൻ ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ് നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഒരു വിഷു ചന്ത നടത്തുന്നത്. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P രമണി അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ ബിന്ദു സ്വാഗതം പറഞ്ഞു. കൃഷി ഓഫീസർ ബിന്ദു, പഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് വെങ്കടജലം, CDS അക്കൗണ്ടന്റ് യമുന, സമുന്നതി മെൻഡർ ഷീജ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ CDS അംഗങ്ങൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് നഗരസഭയിൽ ഭിന്നശേഷി കുട്ടികളുടെ പുനരധിവാസ കെട്ടിടത്തിന് RSS നേതാവ് ഹെഗ്ഡെവാറിന്റെ പേര് നിർദ്ദേശിച്ച നടപടിയിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം. പോലീസ് വലയം മറികടന്ന് പ്രവർത്തകർ നഗരസഭാ കെട്ടിടത്തിന് മുകളിൽ കൊടിനാട്ടി ഹെഗ്ഡെവാറിന്റെ കോലം കത്തിച്ചു. പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം. അട്ടപ്പാടിയിലെ ആദിവാസികൾക്കായുള്ള 6,35,00,000 അനർട്ട് പദ്ധതിയിൽ വൻ അഴിമതിയെന്ന് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ. സൗരോർജ്ജ വിൻഡ് പദ്ധതിയിൽ ഭൂരിഭാഗവും പ്രവർത്തനരഹിതമാണെന്നും യോഗ്യതയില്ലാത്ത കമ്പനിക്ക് കരാറെന്നും സുമേഷ് അച്യുതൻ. അഴിമതിക്ക് പിന്നിൽ മന്ത്രി K കൃഷ്ണൻകുട്ടിയും ഉദ്യോഗസ്ഥരുമെന്നും സുമേഷ് അച്യുതൻ. കുളപ്പുള്ളിയിലെ തൊഴിൽ തർക്കം. അസിസ്റ്റന്റ് ലേബർ ഓഫീസർ വിളിച്ചു ചേർത്ത ചർച്ച വീണ്ടും പരാജയം. വിട്ടുവീഴ്ചയില്ലാതെ ഇരുവിഭാഗങ്ങളും. പ്രശ്നത്തിന് പരിഹാരം കാണും വരെ സമരമെന്ന് CITU. ഒറ്റപ്പാലം നഗരസഭയിലെ മാലിന്യ സംസ്കരണ പദ്ധതികൾ ഗുരുതര വീഴ്ചയെന്ന് മുസ്ലിം ലീഗ്. മാലിന്യ നിർമ്മാർജ്ജന നടപടിയിൽ ക്രമക്കേടെന്നും സാമ്പത്തിക ഇടപാടുകൾ വിജിലൻസ് അന്വേഷിക്കണമെന്നും ലീഗ് നേതാക്കൾ. വന്ധ്യതാ നിവാരണം ഹോമിയോ ചികിത്സയിലൂടെ വിജയം കൈവരിച്ചവരുടെ കുടുംബസംഗമം ഏപ്രിൽ 18 പാലക്കാട്. 2015 മുതൽ ഇതുവരെ 125 ദമ്പതികൾക്ക് ഹോമിയോ ചികിത്സയിലൂടെ കുഞ്ഞുങ്ങൾ ജനിച്ചതായി DMO ജ്യോതിക. മറ്റ് ചികിത്സകൾ പരാജയപ്പെട്ടവരാണ് ഹോമിയോ ചികിത്സ തേടിയെത്തുന്നതെന്നും DMO. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.